സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷ പരിപാടികൾക്ക് ഓഗസ്റ്റ് 24-ന് തുടക്കമാകും. 24 മുതൽ 30 വരെയാണ് ഓണം വാരാഘോഷം വിവിധ ജില്ലകളിൽ സംഘടിപ്പിക്കുകയും ചെയ്യുക. തിരുവനന്തപുരത്ത് മാത്രം 35 വേദികളുണ്ട്. ഏതാണ്ട് 3000-ലധികം വരുന്ന കലാകാരന്മാർ പരിപാടികളുടെ ഭാഗമാവുകയും ചെയ്യും. വലിയ ആഘോഷ പരിപാടികളോടുകൂടിയാണ് ഓണം വാരാഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓഗസ്റ്റ് 24-ന് തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. മുഖ്യാതിഥിയായി നടൻ കുഞ്ചാക്കോ ബോബനാണ് പങ്കെടുക്കുകയും ചെയ്യുക. പത്മഭൂഷൺ ശോഭനയുടെ പ്രത്യേക നൃത്ത പരിപാടി ഉൾപ്പെടെ ആദ്യ ദിവസം തന്നെ അരങ്ങേറുകയും ചെയ്യും. അങ്ങനെ നാടൻ കലകളുടെയും പരമ്പരാഗത കലാരൂപങ്ങളുടെയും സവിശേഷമായിട്ടുള്ള അവതരണങ്ങൾ ഉൾപ്പെടെ ഓണം വാരാഘോഷ പരിപാടികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സമാപന ദിവസം ഉപരാഷ്ട്രപതി ആയിരിക്കും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ള കാര്യവും സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യവും പാരമ്പര്യവും കലാപൈതൃകവും വിനോദസഞ്ചാര സാധ്യതകളും ഒരുമിച്ച് അവതരിപ്പിക്കുന്ന തരത്തിലുള്ള ക്രമീകരണമാണ് ഇത്തവണ ഓണാഘോഷ പരിപാടികളിൽ ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് 3000-ഓളം കലാകാരന്മാർ പങ്കെടുക്കുകയാണെങ്കിൽ സംസ്ഥാനത്താകമാനം 8000-ലധികം വരുന്ന കലാകാരന്മാർ പരിപാടിയുടെ ഭാഗമാകുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. കോവളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പതാക ഘോഷയാത്ര 21-ന് ആരംഭിക്കും. വിവിധ മണ്ഡലങ്ങളിലൂടെ പര്യടനം നടത്തുന്ന പതാക ഘോഷയാത്ര 23-ന് തിരുവനന്തപുരത്തായിരിക്കും സമാപിക്കുകയും ചെയ്യുക. കനകക്കുന്നിലാണ് ഓണപ്പതാക ഉയർത്തുന്നത്. നഗരത്തിലെ ഇല്ലുമിനേഷൻ്റെ സ്വിച്ച് ഓൺ കർമ്മവും അന്ന് തന്നെ നിർവഹിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ടൂറിസം വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അന്ന് തന്നെ ഫുഡ് ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടനവും പായസ മത്സരവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. ഓഗസ്റ്റ് 23-ന് വൈകിട്ട് ഭാരത് ഭവനിൽ തിരുവാതിര മത്സരവും സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തവണ ഓണാഘോഷത്തിന് കൂടുതൽ വൈവിധ്യവും ജനപങ്കാളിത്തവും ഉറപ്പുവരുത്തുന്നതിനായി 13 പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങൾ സർക്കാരുമായി സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. നിശാഗന്ധി, സെൻട്രൽ സ്റ്റേഡിയം, പൂജപ്പുര എന്നിവിടങ്ങളിലായി കേരളത്തിലെ പ്രമുഖ കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് വിവിധ ആകർഷകമായിട്ടുള്ള പരിപാടികളാണ് ഇവർ ഒരുക്കുകയും ചെയ്യുന്നത് എന്നുള്ള കാര്യവും ടൂറിസം വകുപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രമുഖ കലാകാരന്മാർ പരിപാടികളിൽ വിവിധ ദിവസങ്ങളിലായി സംബന്ധിക്കുകയും ചെയ്യും. ഉണ്ണിമേനോൻ, ഹരിശങ്കർ, അനൂപ് ശങ്കർ, വിനീത് ശ്രീനിവാസൻ, സൂരജ് സന്തോഷ്, നിത്യമാമൻ, ബന്ധു ബാലകൃഷ്ണൻ, അരവിന്ദ് വേണുഗോപാൽ, പന്തളം ബാലൻ തുടങ്ങി വൻ കലാകാരന്മാരുടെ നിര തന്നെ ഈ ദിവസങ്ങളിൽ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി മാറുകയും ചെയ്യും. നജീം അർഷാദ്, മഞ്ചരി, വൈക്കം വിജയലക്ഷ്മി, അഭയ ഹിരൺമയി, സച്ചിൻ വാര്യർ, രശ്മി സതീഷ്, അപർണ രാജീവ്, അതോടൊപ്പം അതുൽ നറുകര തുടങ്ങിയ പ്രമുഖ ഗായകരും സംഗീതജ്ഞരുമൊക്കെ വിവിധ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിൻ്റെ അഭിമാനങ്ങളായ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, വയലാർ ശരത്ചന്ദ്രവർമ്മ എന്നിവർക്കൊപ്പം നിരവധി പ്രമുഖ കലാകാരന്മാരും ഓണാഘോഷത്തിൻ്റെ ഭാഗമാകും എന്നുള്ള കാര്യവും സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓണം വാരാഘോഷ പരിപാടികൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് അവിസ്മരണീയമായിട്ടുള്ള ഘോഷയാത്ര നടക്കുന്നത് 30-നാണ്. അന്ന് വിശിഷ്ടാതിഥിയായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനായിരിക്കും പങ്കെടുക്കുകയും ചെയ്യുക. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ചെയ്യും. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ സമാപന ഘോഷയാത്രയിൽ പങ്കെടുക്കുകയും ചെയ്യും. മാനവീയം വീഥിയിൽ നിന്ന് 5 മണിക്ക് ആരംഭിച്ച് ഘോഷയാത്ര കിഴക്കേക്കോട്ടയിലായിരിക്കും അവസാനിക്കുകയും ചെയ്യുക. 62 സർക്കാർ വകുപ്പുകൾ പങ്കെടുക്കുകയും ചെയ്യും. എല്ലാ വർഷവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ ഘോഷയാത്ര വലിയ രീതിയിൽ ചരിത്രത്തിൽ പോലും ഇടം പിടിച്ചിട്ടുള്ളത് കൂടിയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഫോക്ക് കലാരൂപങ്ങൾ ഉൾപ്പെടെ 100-ലേറെ കലാരൂപങ്ങൾ ഘോഷയാത്രയിൽ അണിനിരക്കുകയും ചെയ്യും. ഇതോടൊപ്പം ഘോഷയാത്ര ഉദ്ഘാടന സ്ഥലത്ത് കൊച്ചി നേവി ബാൻഡ് ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്യും. ഘോഷയാത്ര വീക്ഷിക്കുന്നതിന് വിവിധ പവലിയനുകൾ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് സർക്കാർ അറിയിക്കുന്നത്. ഉദ്ഘാടന പവലിയൻ മാനവീയത്തിന് സമീപവും അതോടൊപ്പം VVIP പവലിയൻ സ്റ്റേറ്റ് പബ്ലിക് ലൈബ്രറിക്ക് സമീപവുമാണ് ഒരുക്കിയിട്ടുള്ളത്. VIP പവലിയൻ യൂണിവേഴ്സിറ്റി കോളേജിന് സമീപവും ഒപ്പം ജഡ്ജസ് പോയിൻ്റ് ടൂറിസം ഡയറക്ടറേറ്റിന് സമീപവും സജ്ജമാക്കുകയും ചെയ്യും. കൂടാതെ വിദേശ വിനോദസഞ്ചാരികൾക്ക് സൗകര്യപൂർവ്വം ഘോഷയാത്ര വീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പവലിയൻ ഉൾപ്പെടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വ്യത്യസ്തമായിട്ടുള്ള കലാപരിപാടികൾ അത് ഓഗസ്റ്റ് 25 മുതൽ 30 വരെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണി മുതൽ അങ്ങോട്ട് രാത്രി 10 മണി വരെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കലാപരിപാടികൾ ഉണ്ടാകും. പ്രത്യേകിച്ച് നാടൻ കലാരൂപങ്ങൾ കൂടി ഓണാഘോഷ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളതാണ് സവിശേഷതയായി സൂചിപ്പിക്കാൻ കഴിയുന്നത്. മുടിയേറ്റ്, തോൽപ്പാവക്കൂത്ത്, പടയണി, അർജുന നൃത്തം, പൂതനും തിറയും, സംസ്കാര സാഹിത്യയുടെ ഫോക്ലോർ ഫ്യൂഷൻ എന്നിവയാണ് നിശാഗന്ധിയിൽ അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പരിപാടികൾ. കനകക്കുന്നിലെ സോപാനം, നാട്ടരങ്ങ് എന്നീ വേദികളിലും നാടൻ കലാരൂപങ്ങൾ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറുകയും ചെയ്യും. ഇത്തവണ കോവളത്തെയും ഓണാഘോഷത്തിൻ്റെ പുതിയ വേദിയായി ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തലസ്ഥാനത്തെ മറ്റു വേദികളിലും വിവിധ ജില്ലകളിലെ DTPCകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികളിലും വിവിധ കലാരൂപങ്ങൾ ഉൾപ്പെടെ അരങ്ങേറുകയും ചെയ്യും. കനകക്കുന്നിൽ അത്തരത്തിൽ 4 സോണുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് സർക്കാർ അറിയിക്കുന്നത്. കേരളത്തിൻ്റെ കലാപൈതൃകത്തെ അടുത്തറിയാൻ വേണ്ടി അവസരമൊരുക്കുന്ന ലൈവ് സെഷനുകൾ ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ള കാര്യവും സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്,
തിരുവനന്തപുരത്തിൻ്റെ ഒരു വൈബാണ്, തിരുവനന്തപുരത്തിൻ്റെ ആംബിയൻസ് ആണ്. നമുക്ക് ഓണം വാരാഘോഷം ഒക്കെ നടക്കുന്ന സമയത്ത് രാത്രികാലത്ത് തലസ്ഥാന നഗരത്തിലെ ആളുകൾ ഒന്നടങ്കം കുടുംബസമേതം ലൈറ്റ് കാണാനായി ഇറങ്ങുന്ന പതിവ് പ്രവണതയുണ്ട്. അതേതായാലും ഇത്തവണയും വളരെ ഹാപ്പിയായി തന്നെ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് മന്ത്രി അറിയിക്കുന്ന കാര്യം. നഗരവീഥികൾ ദീപാലങ്കൃതമാകുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. വിപുലമായിട്ടുള്ള ഇലുമിനേഷൻ തിരുവനന്തപുരം നഗരത്തിലാകമാനം ഒരുക്കും. കവടിയാർ മുതൽ അട്ടക്കുളങ്ങര വരെയും ശാസ്തമംഗലം മുതൽ വെള്ളയമ്പലം വരെയും സർക്കാർ നേരിട്ടും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും ഉൾപ്പെടെ സഹകരണത്തോടു കൂടിയായിരിക്കും ആകർഷകമായിട്ടുള്ള ദീപാലങ്കാരങ്ങൾ ഒരുക്കുകയും ചെയ്യുക. വിനോദസഞ്ചാരികൾക്ക് പ്രത്യേക സൗകര്യങ്ങൾ സർക്കാർ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് എയ്ഡ് പോസ്റ്റ് സർക്കാർ സജ്ജമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികളുടെ വിശദാംശങ്ങളും ഫോട്ടോകളും മറ്റു വിവരങ്ങളുമൊക്കെ കൃത്യമായി യഥാസമയം മാധ്യമങ്ങൾക്കും മറ്റും ലഭ്യമാക്കാൻ വേണ്ടി സർക്കാർ മീഡിയ സെൻറ്റർ ക്രമീകരിച്ചിട്ടുണ്ട്. വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും തിരക്ക് നിയന്ത്രിക്കുന്നതിനും മറ്റും തിരുവനന്തപുരം സിറ്റി പോലീസിൻ്റെ വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകും. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഡോക്ടർ അരുൾ ആർ ബി കൃഷ്ണൻ തന്നെ നേരിട്ട് ഇതിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പാർക്കിംഗ് സൗകര്യം, ഗതാഗത നിയന്ത്രണം, ജനക്കൂട്ടം നിയന്ത്രണം തുടങ്ങിയവയൊക്കെ പ്രത്യേക സംവിധാനങ്ങൾ ഇതിനായി ഏർപ്പെടുത്താനും സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഹരിത പ്രോട്ടോകോൾ പാലിച്ചാകും ഈ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. എങ്ങും ഗ്രീൻ പ്രോട്ടോകോൾ കൃത്യമായി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം ടൂറിസം മന്ത്രി PC വിശ്വനാഥ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഈ അടുത്ത കാലത്തൊക്കെ തന്നെയും ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട് വിവിധ റെയ്ഡുകളിലൊക്കെ നടക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു കാരണവശാലും ഓണാഘോഷം നടക്കുന്ന പരിപാടികളിൽ ലഹരി ഉപയോഗിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള കാര്യമാണ് ആഭ്യന്തരമന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ രാസലഹരിയുടെ അടക്കം ഉള്ള കടന്നുവരവ് അത് പൂർണ്ണമായും പ്രതിരോധിക്കാനും അത് തടയാനും വേണ്ടിയിട്ടുള്ള പോലീസിൻ്റെ സ്ട്രിക്റ്റ് ആക്ഷൻ പ്ലാൻ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഫെസ്റ്റിവൽ ഓഫീസ് ഉൾപ്പെടെ ടൂറിസം ഡയറക്ടറേറ്റിൽ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ തലങ്ങളിൽ 170-ലധികം വരുന്ന കലാപരിപാടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യവും സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് കേരളത്തിൻ്റെ തനത് പാരമ്പര്യവും അതോടൊപ്പം പൈതൃകവും നിലനിർത്തിക്കൊണ്ടായിരിക്കും സംസ്ഥാന സർക്കാർ ഓണം വാരാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുക. അത് ജില്ലാടിസ്ഥാനത്തിൽ വിപുലമായി നടത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാന തലത്തിലും ഓണാഘോഷ പരിപാടികൾക്ക് ഒട്ടും മികവ് ചോരാതെ ഏറ്റവും ഭംഗിയായി അവതരിപ്പിക്കാൻ വേണ്ടി സർക്കാർ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രി PC വിശ്വനാഥ് അറിയിക്കുകയും ചെയ്യുന്നത്. ഓണം ഇത്തവണ കളറാകും. അത് തിരുവനന്തപുരത്തിൻ്റെ തനത് സാംസ്കാരിക പരിപാടികളുടെ ഒക്കെ ഭാഗമായി മാറുമ്പോൾ അതിനെ കുറച്ചുകൂടി പൊലിമയേറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഹാപ്പി മൂഡിലാണ്, ഓണം മൂഡിലാണ് തലസ്ഥാന ജനതയുള്ളത്, സർക്കാരുള്ളത്. ഓണം വാരാഘോഷ പരിപാടികളൊക്കെ ഇനിയിപ്പോൾ നടക്കാൻ പോവുകയാണ്. അപ്പോൾ മൊത്തത്തിൽ അടിച്ചു പൊളിക്കാനുള്ള ഒരു വൈബിലേക്ക് സർക്കാർ ജനങ്ങൾക്കായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. PV രഞ്ജിത്തിനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് അഭിജിത്ത്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.